എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് പറയാമോ സ്വാഗതം. എൻ്റെ മുടിയൊക്കെ അങ്ങ് പറന്ന് നിൽക്കോട്ടെ വണ്ടി കയറി. അപ്പോൾ നമ്മൾ ഇന്ന് സൺഡേ ആയിട്ട് അതുപോലെ തന്നെ പള്ളിയിലേക്ക് പോവാണ്. പള്ളി ചെന്നിട്ട് നമുക്ക് കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പള്ളി കഴിഞ്ഞ ശേഷം. അതെന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നെ നാളെ നമ്മുടെ ചാച്ചയുടെ പ്രാർത്ഥനയാണല്ലോ, അപ്പോൾ അതിൻ്റെ ഞാൻ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. അത് പള്ളി കൊടുക്കണം, ഒരു ലെറ്റർ എഴുതിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതേ അമ്മച്ചിയുണ്ട്. അമ്മച്ചി കൈക്ക് വേദനയായതുകൊണ്ട് ഭയങ്കര സങ്കടത്തിലാണ് അമ്മ. എനിക്ക് മൈൻഡൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ആശുപത്രി പോകണം നമുക്ക്. ഞാൻ എഴുതിയതൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. അതാണ് എഴുതിയേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ലെറ്റർ എഴുതി കൊടുക്കണം. 2025 പരേതനായ നമ്മുടെ ചാച്ചയുടെ പേരൊക്കെ കൊടുത്തിട്ട് പ്രാർത്ഥന നടത്താൻ ആഗ്രഹിക്കുന്നു. അത് നാളെ 11 മണിക്ക് വീട്ടിലാണ്. പള്ളി കഴിഞ്ഞ ശേഷം വീട്ടിലാണ് കേട്ടോ. ഇപ്പം എന്തായാലും വേഗം പോയിട്ട് വരാം. അപ്പം ഞാൻ രാവിലെ തന്നെ വായക്കങ്ങ് ഞാൻ കഴിക്കുന്നത്, അതുകൊണ്ട് ഞാനൊരു മിഠായി എടുത്ത് വായിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര വെയിലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പള്ളി ചെന്നിട്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം. പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇൻട്രോവ്യൂ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ എടുക്കുന്നത് കേട്ടോ. അമ്മച്ചി പുറകിൽ നിന്ന് വായിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഞാൻ വേഗം നാളെയല്ലേ 24/2/2025 നാളെ വേണം. ബ്രാക്കറ്റിൽ നാളെന്ന് കൊടുക്കാം. തിങ്കളാഴ്ച. കഴിഞ്ഞ പ്രാവശ്യം പള്ളി വന്നപ്പോൾ കണ്ട കുറേ താറാവില്ലേ, എന്തേ ഇതാണ് കേട്ടോ. അപ്പം നമ്മൾ വേഗം പോവാണ്. അപ്പോൾ നമ്മൾ പള്ളിയിൽ എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പള്ളിയിൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ടും കിടുങ്ങുന്നു, ഭയങ്കരമായിട്ട് തലയൊക്കെ വേദന എടുക്കുന്നു, പനിക്കാനാന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇറങ്ങിപ്പോന്നു. അപ്പോൾ ഒരു കുഞ്ഞാവ് അവിടെ നിന്ന് പണി കേട്ടോ. അവൻ കളിയാ. ഞാനും കൊച്ചു മാത്രമുള്ള പുറത്ത്, ബാക്കി എല്ലാവരും അകത്തായിട്ട്. ഞാൻ പറയുന്നത് കേൾക്കുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതെ നമ്മുടെ ചാച്ചൻ്റെ കല്ലറയാണ്. അതൊന്ന് വൃത്തിയാക്കണം ഇന്ന് പള്ളി കഴിഞ്ഞിട്ട്. അമ്മ അകത്തുണ്ട്. അപ്പം എന്തായാലും അമ്മ ക്യാമറ നോക്കണം കേട്ടോ ഇടയ്ക്ക്. നീ പോയില്ലേ അവിടെ പള്ളി കൊടുത്ത ആൾക്കാരുണ്ട്. അപ്പം ഞാൻ ചെത്താൻ പോകും. ഓ പൊടി വലുതേ പിടി കയറ്റി പിടി. എങ്ങനെ വിളിച്ചാലും ചെത്തിയാൽ പോരെ. അത്രയും മതി. കാടൊന്നുമില്ല. കാട് കയറി പോയില്ലേ? ആ കാടാച്ചി പുല്ല്. നാളെ പ്രാർത്ഥന അന്നേരം ഇട്ടേക്കണോണ്ടേ ഉണങ്ങിപ്പോയി. അത് മരുന്നടിച്ചവരെ തിളമരുന്ന്. എത്ര വർഷമായി കുട്ടി? 5 വർഷം. 5 അല്ലേ? 5 തോന്നുന്നില്ല. ആ അതെ, കാലങ്ങൾ പോകണം. നമ്മൾ അറിയുന്നുണ്ടോ ചേച്ചി? ചേട്ടന് പറ്റില്ലേ ചേച്ചി വരാന്? ചേട്ടന് പള്ളി വരാൻ പറ്റില്ലേ? അവിടെ ഉണ്ട്. പിള്ളേർ വരുവാ? പിള്ളേർ ലിജി വരികയായിരിക്കും. ലിജി വരുമെന്ന് അറിയത്തില്ല. അവന് നാളെ പരീക്ഷ തുടങ്ങുവന്നേ. അപ്പം അത് അവർ അവളുണ്ടോയെന്ന് അറിയത്തില്ല. അത് മതി വെച്ചേ, അങ്ങനെ മതി. പൊടി പൊടി. പക്ഷെ ആളൊക്കെ എടുത്ത് മാറ്റ കഴുത്തേന്ന്. ശരിയാവുന്നുണ്ടല്ലോ. ഈ ആൾക്കാരൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം. ആൾക്കാരൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം. വിളിക്കുന്നവരുടെ കാര്യം പറഞ്ഞു. ആ അങ്ങനെ മാറ്റിയാൽ മതി. ഞാനൊരു ഇത് വെച്ചിട്ട് ഞാൻ പറിക്കട്ടെ. വേണ്ട വേണ്ട, ഇതിപ്പോൾ തീരും. കഴുകണോടി വെച്ചേ? കഴുകണോ? അത്ര കയറ്റണ്ട, നീ ഇങ്ങോട്ട് കയറ്റണ്ട. പിടി കണ്ടൊരു കുത്തിയ. അവർ പോണേനും കുഴുമ്പ് കൊണ്ട് വെച്ചിട്ട് വരാം.
ഇത് കൊണ്ടുപോയി വെച്ചിട്ട് അടിച്ചു കളഞ്ഞിട്ട് ഇച്ചിരി വെള്ളം കൊണ്ടുവയ്ക്കാം. അപ്പോൾ ഞാൻ ഇത്രയൊക്കെ മതി കേട്ടോ. സെറ്റായി നിന്നും അടിച്ചോടെ കളഞ്ഞാൽ മതി. ബാ കുറച്ച് വെള്ളം കൂടെ എടുത്തോണ്ട് കേട്ടോ. പാത്രമൊന്നുമില്ല. അപ്പോൾ കുറച്ച് ഒരു ബക്കറ്റ് ഇരിപ്പുണ്ട്. അയ്യോ പത്ത് വെള്ളം എടുക്കാം. അപ്പോൾ നമ്മൾ ഒന്ന് അടിച്ചും കൂടി ഇടാം. പിന്നെ കഴുകാം. അമ്മ ഇവിടെ വെള്ളമുണ്ട്, കഴുകണോ? അപ്പോൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് കഴുകണ്ട കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഈ അമ്മയുടെ വീതം അമ്മ ഇവിടെ എല്ലാം വൃത്തിയാക്കി സെറ്റായി. അപ്പോൾ നമുക്ക് ചാച്ചയും നിൽക്കുന്നത്. ഇപ്പോൾ ക്ലീനൊക്കെ ചെയ്തു, ചെത്തിയിട്ടു, അടിച്ചിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം എടുത്ത് കഴുകായിരുന്നു. അയ്യോ എൻ്റെ കയ്യിലൂടെയൊക്കെ ഏതാണ്ടൊക്കെ പൊടിയിരിക്കുന്നു. ഓക്കെ സെറ്റായി. അപ്പോൾ എന്തായാലും ഇന്നത്തുള്ള എക്സസൈസായി. നമുക്കിനി നേരെ പോവാം. ചാച്ചിയമ്മയും അമ്മയും വരുന്നുണ്ട് കേട്ടോ. നാളെയാണ് പ്രാർത്ഥന. അപ്പം 11 മണിക്ക് നമ്മളിവിടെ വന്നിട്ട് 10 മണിക്ക് ഇവിടെ വന്നിട്ട് 11 മണിക്ക് നമ്മുടെ വീട്ടിലാട്ടോ പ്രാർത്ഥന. അപ്പോൾ കല്ലറ വന്നിട്ട് കല്ലറയൊന്ന് പ്രാർത്ഥിച്ച് അങ്ങനെയൊക്കെയാണ്. അയ്യോ നീരുണ്ടമ്മ അമ്മയുടെ കൈക്ക്? ശരിക്കും പറയാൻ പറ്റും, 2 കൈക്ക് നീരുള്ള പോലെ. പിന്നെ കാണിച്ചത് ഈ കൈക്ക് നീരുണ്ട്. എന്തായാലും നമുക്ക് ആശുപത്രി പോകണം. ഇന്നില്ല, ഇനിയിപ്പോൾ 2 ദിവസം. എൻ്റെ ബാഗ് എടുത്തില്ല കേട്ടോ, അതിൻ്റെ അകത്ത് പൈസ ഒക്കെ ഇരിക്കുന്നത്. അയ്യോ ഓടട്ടെ. അപ്പോൾ ഞാൻ എന്തോ ഒരു കുറവുണ്ടല്ലോ എൻ്റെ കയ്യിലെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ് ബാഗിൻ്റെ കാര്യം. അങ്ങനെ ഞാൻ എവിടെ പോയാലും ഈ ബാഗും പിന്നെ മറ്റേ ബാഗും കൊണ്ടുപോകുന്നല്ലേ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഓർത്താൽ നന്നായാലും സിറ്റി ചെല്ലുമ്പോഴും ഓർക്കുന്നെങ്കിൽ തിരിച്ച് ഞാൻ പിന്നെ വരേണ്ട വന്നേനെ. അപ്പോൾ വേഗം വീട്ടിൽ ചെന്നിട്ട് പരിപാടികളൊക്കെ ഉണ്ട്. 2 പേര് പോകുന്നുണ്ടോ, ഒരു പരിചയമില്ലാത്ത കണക്ക്. എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോടെ കുറച്ച് നേരം. ഞാൻ ഇവരുടെ കൂടെ ഓടി എത്തിയത് പുറകെ. അമ്മ പുളി ഉണ്ടോയെന്ന് നോക്കുമ്മ. അമ്മേ പുളി ദേ ഇവിടെ പുളിമരം ഉണ്ട് കേട്ടോ. പുളിമരം കണ്ടപ്പോൾ പുളി ഞാൻ അതിയായ ആഗ്രഹം. അമ്മ ഇതേ പുളി വറക്കും കേട്ടോ. വാ മതി. അയ്യോ ഭയങ്കര വെയിലാണേ. പുഴുണ്ട് നോക്കി തന്നെ. അതെ കഴിച്ചു നോക്കാം. നല്ല മധുരം. പുളിക്ക് തന്നെ പുളിയല്ലേ. പുളിയുണ്ട്, മധുരമുണ്ട്. നല്ല പുളി കേട്ടോ. മധുരപ്പുളിയായിരിക്കും. വേണോ കേട്ടോ? ഇങ്ങോട്ട് വന്നോണ്ട് എന്നാ വർക്ക് വന്നു. അപ്പച്ചിയുടെ അതേ സ്വഭാവം. അപ്പച്ചിയുടെ മുഴുവൻ സ്വഭാവം അമ്മയ്ക്ക് എത്തി. വിളിച്ച് പറയും എന്നാ പറക്കും ഇങ്ങോട്ട് വേണമെന്ന് നല്ല മധുരമുള്ള പിങ്ങളോട് ഈ പല്ല് രണ്ടും പറിക്കണമെന്ന് പറഞ്ഞു. കുറ്റിപ്പല്ല് ആരും ഷുഗർ ഒന്നും ഇല്ലെങ്കിലേ പറിക്കുള്ളൂ. നോർമലാണെങ്കിൽ ആരാ പറഞ്ഞേ തന്നെ വരില്ലാന്ന്. ഞാൻ വന്നേനെ. എന്നിട്ട് ഞാൻ തന്നെയല്ലേ ചെയ്തത്. ആ അടുത്ത വർഷമാകുമ്പോൾ 2 പേരും കൂടെ വരുന്നു. 18 രൂപയാണ്. അപ്പം എന്നെ പറിക്കാൻ നിർത്തിയായിരുന്നു 2 മാസമായിട്ട്. വെയിലെ ഉച്ചയിലടിക്കുന്നു. പണിക്കന്മാരെയാണ് ഒരു വിളാസത്തെ സിറ്റിയിലെത്തി. സൂക്ഷിച്ചു തന്നെ സ്പീഡ് നടന്നു. 2 പേരും പുറകെ വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ സൺഡേ ആണ്. ഇപ്പം നമുക്ക് ചായ പുറത്ത് പോയി കുടിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ മിസ് ചെയ്യാൻ പാടുണ്ടാവില്ല. എന്നും അത് പതിവാട്ടോ സൺഡേ ചായ കുടിക്കും. അപ്പോൾ അദ്ദേഹം ഇവിടെ ചായ കുടിക്കാനായിട്ട് കയറാൻ പോവാണേ. ഓക്കെ ആരെ
അങ്ങനെ ചായ കുടിക്കാൻ എത്തിയത് ചാച്ചയും കൂടെ ഒന്ന് കൈ വിടുവാണ് കേട്ടോ. പുള്ളിക്കാരത്ത് പോയാൽ നല്ല കാര്യം പോയി. പുള്ളിക്കാരത്ത് ആദ്യം പോയി കണ്ണിനെന്തോ കണ്ണിന് ഓപ്പറേഷൻ കഴിഞ്ഞു. അത് നല്ല കാര്യമായി പോയത്. അതുതന്നെ ഒരു സ്ഥലത്തും പോകണല്ലോ, വീട്ടിൽ കുത്തിയിരിക്കും ഇപ്പൊ. കൂട്ടുകാരി പോന്നിരുന്നേ, ഇവിടെ ഇരുന്നേ. കൂട്ടുകാരി നാട്ടിന് പോയി കഴിഞ്ഞ ചൊവ്വാഴ്ച ബുധനാഴ്ച കണ്ടു പോയത്. ഞാൻ ഇന്ന് പൊറോട്ട കഴിക്കുന്നില്ല. ഞാൻ പരിപ്പൂടെയും ചായയും വീട്ടിൽ ചപ്പം ഇരിപ്പുണ്ട്, അതാ അപ്പം ചുട്ട് വെച്ച് ഞാൻ കഴിച്ചില്ല രാവിലെ. ഇനി അത് ചെന്നിട്ട് കഴിക്കണമല്ലോ. കഴിക്കേ വേണ്ടേ? അപ്പോൾ പരിപ്പൂടെ ഞങ്ങൾക്ക് വന്നിട്ട് ചെയ്യണം. അപ്പോൾ മുരിഞ്ഞ പരിപ്പൂടാണ്. ചായകുടി കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യട്ടെ. നമുക്കും പോയാലോ ചണ്ട വണ്ടി. ഓക്കെ, താങ്ക് യു. അമ്മ ഫ്രണ്ടിൽ പോയെ ഞങ്ങൾ ഓറഞ്ച് മേടിച്ചു, സാമ്പിൾ മേടിച്ച് കഴിച്ചു കേട്ടോ. ഇങ്ങോട്ടോ തേമ 299 199 ഒക്കെ ടോപ്പ് കിടക്കുന്നുണ്ടോ? പൈസ ഇല്ലാത്തവന് കണ്ടിട്ട് പോരാ, പൈസ ഉള്ളവരൊക്കെ അവിടെ നിന്ന് മേടിക്കുന്നത്. 199 ടോപ്പ് ചുമ്മാ നോക്കിയാലോ. ഞങ്ങൾ മാങ്ങത്തൊട്ടി പോകാനായിട്ട് വണ്ടി കയറാൻ നിൽക്കാം കേട്ടോ. ബസ്സല്ല, ഞങ്ങൾക്ക് ഓട്ടോ കിട്ടിയത്. ഓട്ടോയ്ക്ക് കയറി പോകുന്നത് ഈ പള്ളിയിൽ, സിസേ പള്ളിയിൽ പെരുന്നാൾ കേട്ടോ. ആ ചേട്ടൻ്റെ കടയിൽ ഇത് ഇതുപോലെ ഐസ്ക്രീമൊക്കെ ഉണ്ട്. കോൺ മേടിച്ചേട്ടാ. പിസ്ത എൻ്റെ ഫേവറേറ്റ്. എനിക്ക് കഴിച്ചുകൂടാ, എനിക്ക് നല്ല ജലദോഷം ഉണ്ടായിരുന്നു. എന്തെങ്കിലും കണ്ടപ്പോൾ എളുപ്പമുണ്ടല്ലോ, പക്ഷെ കണ്ടപ്പോൾ എന്തോ കഴിക്കാൻ തരും. അപ്പോൾ ഇനി എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ ക്ലീനിങ് ആണ്. നാളെ ചാച്ചൻ്റെ പ്രാർത്ഥനയാണ്. പിന്നെ നമ്മുടെ സംഘമൊക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിടണം, തുടച്ചൊക്കെ ഇടണം. പിന്നെ ഞാൻ ഇവിടെയൊക്കെ പെയിൻറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ. പക്ഷേ കുറച്ചായിട്ട് ആശുപത്രി കേസുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിനെ വെച്ചിരുന്ന പൈസയൊക്കെ അങ്ങ് ചിലവായി പോയി. അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളതുകൊണ്ട് നമുക്കെല്ലാം നല്ല രീതിയിൽ നടത്താം. അപ്പോൾ ഞാൻ എന്തായാലും ഈ മാസം 28-ാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്കും ജോലിക്ക് പോവും. അപ്പോൾ അമ്മയ്ക്ക് കുറച്ചങ്ങ് മാറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നമുക്കിപ്പോൾ നല്ല പെയിൻ ആയതുകൊണ്ട് വേറെ ഒരു പണിയും ചെയ്യാൻ പറ്റത്തില്ല. മിറ്റം അടിക്കുക, പെരക്ക അടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. തുണി അലക്കാൻ പറ്റത്തില്ല. പിന്നെ അമ്മ ചെയ്യും കേട്ടോ, പറ്റുന്ന രീതിയിലുള്ള ജോലികളൊക്കെ അമ്മ ചെയ്യും. പക്ഷെ നല്ല വേദനയുണ്ട്, എക്സസൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് ഈ വേദന ഇത്രയും അങ്ങനെ നിൽക്കുന്നതെന്ന് ഒരു ചെറിയ നീരൊക്കെ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ നെടുങ്കണ്ടത്ത് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും ഒന്നുകൂടെ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കണം. ഇനിയിപ്പോൾ MRI ചെയ്യണോ അതൊന്നും അറിയത്തില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞാലേ അറിയത്തുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് കാശ് നമ്മൾ കൈ കരുതണമല്ലോ. അപ്പോൾ ക്യാഷിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. പിന്നെ എനിക്ക് പോകാനാണേലും ഹോസ്റ്റൽ ഫീസൊക്കെ കൂട്ടി ഒരു 10,500 അടുത്ത് ഹോസ്റ്റൽ ഫീസ്. പിന്നെ നമ്മുടെ അത്യാവശ്യം കുറച്ച് ചിലവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം കുറച്ച് കാശിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാനൊരു ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ ഇരിക്കുന്നു. ഇപ്പം എന്തായാലും ഈ ഒരു മാസത്തെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളൂ. അടുത്ത മാസം ആകുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. പിന്നെ യൂട്യൂബിലെ പൈസ ആണെങ്കിലും ഈ മാസം വരത്തില്ല. അതാണ് മെയിനായിട്ടൊരു പെട്ട് പോയത് കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് അല്ലാതെ വരുന്ന സാലറിയിൽ നിന്ന് എടുത്ത് വേണമെങ്കിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇന്ന് ഈ മാസം നടത്താൻ വേണ്ടിയിട്ട് ലോണും കാര്യങ്ങളൊക്കെ അടച്ചു വിടാനായിട്ട്. പിന്നെ അടുത്ത മാസം പൈസ വരും. പിന്നെ ജോലിക്ക് പോവാണല്ലോ, അതുകൊണ്ട് വേറെ മുടക്കുകളൊന്നും വരുത്താതെ നല്ല രീതിയിൽ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റണേ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ക്ലീനിങ്ങിലേക്ക് കിടക്കട്ടെ. അപ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ പരിപാടിയൊന്നും ഇല്ല. ഇന്ന് നമ്മൾ പള്ളിയിൽ പോയി ചാച്ചൻ്റെ കല്ലറയുടെ ഭാഗമൊക്കെ ക്ലീൻ ചെയ്തൊക്കെ ഇട്ടു. നമ്മൾ തുടയ്ക്കാൻ പോകണം. ഞാൻ ആദ്യം ഒന്ന് അടിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ
അതെ ഹേലിക്കുട്ടിയമ്മ മീൻ വെട്ടാണ്. നമുക്ക് 1 കിലോ മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പം അമ്മ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞു മത്തിയാണ് കേട്ടോ. ഇപ്പം എല്ലായിടത്തും കുഞ്ഞു മത്തിയാണല്ലോ വരുന്നത്. പിന്നെ മേളിൽ അത് കഴിക്കാൻ വേണ്ടി കുറേ കാക്കകളും വന്നിരിപ്പുണ്ട്. അപ്പോൾ തൊട്ടടുത്ത് വേറെ ഒരാളും നമ്മുടെ അടുത്ത് വന്നിരിപ്പുണ്ട്. അന്നക്കുട്ടി ചേച്ചിയാണ്. ഹായ്. അപ്പം അന്നക്കുട്ടി ചേച്ചിക്ക് വയ്യായികയൊക്കെ ആട്ടോ. അതെ, എല്ലാവർക്കും സ്നേഹാന്വേഷണം അന്നക്കുട്ടി ചേച്ചിയുടെ വക. അന്നക്കുട്ടി ചേച്ചിക്ക് വയ്യ, പനിയാണ് കേട്ടോ. അതുകൊണ്ട് ആശുപത്രിയിലൊക്കെ പോയി ട്രിപ്പൊക്കെ ഇട്ട് ഇന്നലെ ക്ഷീണമായി. അപ്പോൾ ഞാൻ എന്തായാലും വേഗം മീൻ വറക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ തോരന് വേണ്ടിയിട്ട് ഇതേ ഞാനതേ ബീട്രൂട്ടാട്ടോ വെക്കാൻ പോകുന്നത്. അപ്പോൾ തോരനും കൂടെ വെച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. കാശേരിയ ഞാൻ ആ പൈസ സൂക്ഷിച്ചു വെച്ചിരിക്കുക. ഞാൻ അതിൻ്റെ ഒന്നും എടുത്തിട്ടില്ല. പെൻഷൻ പൈസയോ? പട്ടിയുള്ളത് ഇന്നലെ 2.5 വീട്ടിൽ കിടന്ന് ഒരു ചെരുപ്പും ഷൂവും ലൈസും എല്ലാം കൂടെ വിറ്റിട്ട് വെച്ചിട്ടുണ്ട്. എൻ്റെ വല്ല ആണോ എന്തോ? ലേസ് ഉണ്ടോ? എൻ്റെ അല്ല, ആണുങ്ങളുടെയാണോ? അല്ല ഇന്നലെ രാത്രി കഴിഞ്ഞു പോയല്ലേ. ഞാൻ പറയട്ടെ, ഞാനിവിടെ വെള്ളം പിടിച്ചോണ്ടിപ്പോ ചെങ്ങലയുടെ സൗണ്ട് കേട്ട് ഞാൻ ഓടി അകത്ത് കയറി. ഇന്നലെ 7 മണി തൊട്ട് പട്ടി വാകൂട്ടം തുറന്നിട്ട് 9, 10, 11, 12, 2 മണി 3 മണി വരെ കൊണ്ട് പട്ടി ബാഗൂട്ടുണ്ട്. കുറച്ചുകൊണ്ട് അതാ പട്ടി കഴിഞ്ഞു പോയി. ഞാനെന്നിട്ട് കയറി ഓടി വെള്ളം അവിടെ ഇട്ടിട്ട്. പിന്നെ തിരിച്ചു വന്നപ്പോൾ പിന്നെ സൗണ്ട് കേൾക്കാനില്ല. എന്നെ പിന്നെ പട്ടിക്ക് ഭയങ്കര കാര്യമായതുകൊണ്ട് ഓർഡർ കടിയും പ്രതീക്ഷിക്കാം. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഒരു പട്ടി ഇവിടെ കയറി വന്നിട്ട് എന്നെ കയ്യെ പിടിച്ച് വലിച്ചിട്ട് സിറ്റിക്ക് പോവുക. ഞാൻ പിന്നെ അവളെ പോകണമെന്ന് ചോദിച്ചു. അന്നേരം കൂടെ ഇവിടെ നക്കി തോർത്തി എന്നെ കയ്യെ പിടിച്ച് സിറ്റിക്ക് കടക്കി ചായ കുടിക്കാൻ പോയേക്കാണ്. എൻ്റെ സിറ്റിക്ക് പോകുന്ന സിറ്റിക്ക് പോയിട്ട് അതേപോലെ ഞാൻ വേറെ പഠിക്കൂടെ പുള്ളിയുടെ പട്ടിനും പോയിട്ട് പോകുന്ന സിറ്റി പോയിട്ട് ഇവിടെ കയറി പോകുന്നുണ്ട്. ഉണ്ടായിരുന്നു കുട്ടയച്ചൻ്റെ വീട്ടിൽ അവിടെ കയറി പോകുന്നുണ്ട്. അതിനെ കൂട്ടിക്കൊണ്ട് പോയി അങ്ങോട്ട് കൊണ്ടുവിടാൻ വന്നായിരിക്കും. ഇല്ല, വേറെ ഒരു ചുമന്ന ഒരു പട്ടി. അല്ല അതുപോലെ അല്ല ഏത് പട്ടി ഈ സിറ്റിക്കടെ പാര് പോയാലും അതേ പട്ടിയുടെ പരിപാടി. ചേച്ചി കൊഞ്ചി എന്തിലൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അതാ കൊടുക്കാൻ ഞാൻ പോകുമ്പോൾ പലപ്പോഴും അവിടെ നിന്ന് കണ്ട് വീണ്ടും പറയാറുണ്ട്. അന്നേരം അങ്ങനെ ആകുമ്പോഴേ പട്ടി ആര് അവിടെ പോലെ പട്ടി പെട്ടിയുടെ അടുത്തുനിന്ന് അവിടെ വന്ന് കിടക്കും. പിന്നെ എല്ലാവരും മനുഷ്യർ ഭയങ്കര കമ്പനിയായി പട്ടി. ഭയങ്കര കൂട്ടം എല്ലാവരോടും അതേ പട്ടി ഭയങ്കര സ്നേഹവും അടുപ്പവും ഭയങ്കര ഒരു ഇതുള്ളൊരു പട്ടിയാണ്. എൻ്റെ മനുഷ്യരോട്ട് ഇണങ്ങി കിടക്കുന്ന നല്ലൊരു പട്ടിയാണ്. ഞാനല്ലാണ്ട് ഈ പട്ടിയെ അവിടെ വെച്ച് കണ്ടിട്ടല്ലാണ്ട് പട്ടി ഇവിടെ വരെ കയറി വരുമൊന്നും ചെയ്തിട്ടൊന്നും പട്ടി അങ്ങനെ എടുത്തിട്ട് വന്നിട്ട് അങ്ങനെ ഞാൻ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് അടുത്ത പരിപാടിയിലേക്ക് കടന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് അന്നക്കുട്ടി ചേച്ചിയും വന്നാൽ ഞങ്ങൾ 3 പേരും ഓരോന്നിരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മച്ചിയും മീൻ വെട്ടാണ് കേട്ടോ. ഈ പ്രാവശ്യം മത്തി കിട്ടി. മത്തിക്ക് കുറച്ച് വിലക്കുറവായിരുന്നു. ചില സമയത്ത് വില കൂടി നിൽക്കും, ചില സമയത്ത് വില കുറഞ്ഞ് നിൽക്കും. എന്തായാലും നമുക്ക് 1 കിലോളം മത്തി കിട്ടിയത് നന്നായിട്ട് വെട്ടിയെടുക്കണം. പിന്നെ ഉച്ചത്തേക്കുള്ള കറിയൊക്കെയാണ് ഞാൻ വെക്കുന്നത്. ഞാൻ വന്നത് ക്ലീനിങ് കഴിഞ്ഞിട്ട് അപ്പമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അടുത്ത പരിപാടിയിലേക്ക് നോക്കട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അന്നക്കുട്ടി ചേച്ചി ഏതാണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കേ ചെയ്യരുത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് ഇങ്ങനെ നല്ല നല്ല വീഡിയോ ഇടാനുള്ള പ്രചോദനമാകുന്നത്. അപ്പോൾ മറക്കാതെ ഇതൊക്കെ ഒന്ന് ചെയ്തേക്കുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.